പേര് റഫീന റഫീഖ്, തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഫിറ ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിൽ ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നെയ്യ്, കുറച്ച് ഓയിൽ എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് വെക്കുക. ഹൈദരാബാദി മസാലയ്ക്ക് വേണ്ട സ്പൈസസ് ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യാനായി ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉള്ളി ചേർക്കുക. ചൂടാക്കി വെച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള ഉള്ളി കൂടി വറുത്തെടുക്കാം. ഈ നേരം കൊണ്ട് പൊടിച്ച് വെച്ച മസാല പൗഡർ ചിക്കനിൽ ചേർക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും വറുത്ത് വരാം. റൈസിൻസ് ആഡ് ചെയ്യുക, വറുത്ത് വരാം. റൈസ് വെക്കാനുള്ള വെള്ളം എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ബേ ലീഫ്, സ്റ്റാർ, കുറച്ച് കുരുമുളക്, പട്ട എന്നിവ ചേർക്കുക. കുറച്ച് ഓയിൽ മൂടി വെക്കുക. നമുക്കിനി ചിക്കൻ വേവിച്ചെടുക്കാം. ഇതിലേക്ക് പുതിന ഇല ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് 3 ഡ്രൈ പ്ലംസ് ചേർക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. അടച്ചു വെച്ച് വേവിക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി നന്നായി വഴന്ന് വരണം. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ വഴറ്റുക. നന്നായി മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം നന്നായി വെട്ടിത്തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ അരി ഒരു 90% വെന്തിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. കൂടുതൽ വെന്തു പോകാതിരിക്കാനായി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. യെസ്, ഇവിടെ എന്ത് ബിരിയാണിയാണ്? ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഹൈദരാബാദി, വെരി ഗുഡ്. എത്ര ഹൈദരാബാദി ആണെന്നറിയോ? ഗുഡ്. ഒരു കോഴി മുഴുവൻ എടുത്തല്ലേ? അതെ. 1 കിലോ പൊടി ഇവിടെ വെച്ചിരിക്കുവാണേ. പിന്നെ ഒരു മാറ്റങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്, അല്ലേ? ഹൈദരാബാദി ഒത്തന്റിക് ആണോ ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? ഇല്ല. സ്ഥിരം ഉണ്ടാക്കുന്നതാണോ? അതെ, ഉണ്ടാക്കുന്നത്. സ്ഥിരമായിട്ട് നോക്കണേ തീരെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ റൗണ്ട് ആണോ ഫസ്റ്റ് റൗണ്ട് ആണോ സെക്കൻഡ് റൗണ്ട് ആണോ കുറച്ചുകൂടെ ഈസി ആയിട്ട് വന്നിരിക്കുന്നത്? സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ? അല്ല, ഇതെന്തോ ടെൻഷനോ ഇപ്രാവശ്യം? എല്ലാരും അങ്ങനെയല്ലേ? ഇപ്രാവശ്യം ടെൻഷൻ തോന്നുന്നോ? ചെയ്യുന്ന ബിരിയാണി അല്ലേ സാധാരണയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ സ്പൈസസ് എല്ലാം വാങ്ങി വറുത്ത് പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതെ ചേർത്തതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കറിയോ? ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക. വേവിച്ച് വെച്ച റൈസ് ചേർക്കാം. ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസും ചേർക്കുക.
കുറച്ച് സവാള ചേർക്കുക, കുറച്ച് മസാലപ്പൊടി ചേർക്കുക, പുതിനയില ചേർക്കുക, വീണ്ടും റൈസ് ചേർക്കുക, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ചേർക്കുക. പാലിൽ സാഫ്രോൺ ഇട്ട് വെച്ചതാണ്, അത് മുകളിൽ ചേർക്കുക. റോസ് വാട്ടർ ചേർക്കുക. ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ലാസ്റ്റ് സ്റ്റേജ് ദമ്മിലാക്കി. ഇത് ഹൈദരാബാദി ആയിരുന്നല്ലോ അല്ലേ? അതെ, ചിക്കൻ ബിരിയാണി. പേടി പോയോ? പോയി. തുടക്കത്തിൽ ടെൻഷനായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഉണ്ടാക്കുന്നതൊക്കെ നന്നാവുന്നുണ്ട്. വെറുതെ പേടിയൊക്കെ. അങ്ങനെ ഫിറ ബസ്മതി റൈസ് കൊണ്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറായിരിക്കുകയാണ്.